ജീവിതത്തിൽ ഇവിടെ 50 കൊല്ലമായിട്ട് പെണ്ണെട്ടികളുണ്ട്, 40 കൊല്ലമായിട്ട് പെണ്ണെട്ടികളുണ്ട്, 30 കൊല്ലമായിട്ട് പെണ്ണെട്ടികളുണ്ട്. നിങ്ങൾ എത്ര കൊല്ലമായി പെണ്ണെട്ടി? 25 8 കൊല്ലമായിട്ട്. നിങ്ങൾ പുതിയ യാത്ര, നിങ്ങൾ വേഗം പോയിക്കോളെ, കജാന്ന് കാണില്ല. അങ്ങനെ സുബ്ഹാനല്ലാഹ് 40 കൊല്ലം ആയിട്ട് പെണ്ണെട്ടിയ ആളുകൾ. നിങ്ങൾ എത്ര കല്യാണം കഴിച്ചിട്ട്? 40 കൊല്ലമായില്ലേ? അയക്കണേ, അതിലേറായില്ലേ? അയക്കണേ. ജീവിതത്തിൽ നിങ്ങൾ പെണ്ണുങ്ങളോട് പൊരുത്തപ്പെടിച്ചിട്ടുണ്ടെങ്കിലും ഒരൊറ്റ കൂടി പൊരുത്തൽ. അങ്ങാടിയത്തെ ആളുകളോടൊക്കെ പൊരുത്തപ്പെടിച്ചും അയൽവാസികളോടൊക്കെ പൊരുത്തപ്പെടിച്ചും ഹജ്ജിന് പോകുമ്പോൾ വരെ പെണ്ണുങ്ങളോട് പൊരുത്തപ്പെടിക്കൂല. ഹജ്ജിന് പോകുമ്പോൾ പെണ്ണുങ്ങളോട് എങ്ങനെ പറയാം? നാട്ടുകാരൊക്കെ വിളിച്ച് കൊയ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരോടും പൊരുത്തപ്പെടിക്കും. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിലൊക്കെ പൊരുത്തപ്പെടും. എവിടെ പൊരുത്തപ്പെടണം? ആ കൊയ്മന്തിയിൽ പോയി കിട്ടുന്ന അല്ലാത്താണ്. അയിമലൊന്നും പൊരുത്തപ്പെടൂല. നിങ്ങൾ 6.5 ലക്ഷം റുപ്യ വടിയാവും. ഹജ്ജിനോട് 6.5 ലക്ഷം വടിയാവും. പൊരുത്തപ്പെടിക്കലൊക്കെ നല്ല പൊരുത്തപ്പെടിക്കണം. അല്ലാഹ് അപ്പൊ പൊരുത്തപ്പെടിക്കണ്ട. അപ്പൊ ഹജ്ജിന് പോകുമ്പോ നമ്മളെങ്ങനെ പൊരുത്തപ്പെടിക്കുക? 10 മോച്ച് ബേജാറാണ്ട് 4 പീസം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരും. പഞ്ചസാരയും മുളകും മല്ലിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു 4 പീസത്തിന്. ഇനി എനിക്ക് മീനും ഇറച്ചിപ്പോ കൊണ്ടുവന്നേക്കാൻ പോലെ കുടിസാരം വരുമ്പോൾ ഓരോരുത്തർ വാങ്ങിക്കൊണ്ട്. അപ്പൊ ഈ പെണ്ണിന്റെ മനസ്സിൽ നിങ്ങൾ ഇനി 80 ദിവസം കഴിഞ്ഞിട്ട് വന്നാലും പരാതിയില്ല, കാരണം അതോടെ സുഖം കിട്ടുമല്ലോ. നിങ്ങൾ 40 ദിവസമല്ല 80 ദിവസം കഴിഞ്ഞിട്ട് വന്നാലും ഒരു കുഴപ്പമില്ല, കാരണം അതുവരെ സമാധാനം കിട്ടുമല്ലോ. അതിപ്പോ നിങ്ങളെ പെണ്ണുങ്ങളിപ്പോ നിങ്ങളെ പറ്റി പറയുമല്ലേ? ഇപ്പൊ നിലവിൽ നിങ്ങളെ പെണ്ണുങ്ങൾ അത് പറയുമല്ലേ? അവിടെ നമ്മൾ ചിന്തിക്കണം, അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഭാര്യമാരോട് പൊരുത്തപ്പെടിക്കണം. ഭർത്താവിന്റെ അവഗണനയെ പറ്റിയുള്ളൊരു ചോദ്യമാണ്. ഞാൻ ഒരു പ്രവാസിയുടെ ഭാര്യയാണ്, 2 മക്കളുണ്ട്. ഒറ്റക്ക് ഒരു വീട്ടിലാണ് താമസം. മക്കളുടെ എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങളും ഒരു സഹായവും ഇല്ലാതെ ചെയ്യുന്നു. ഭർത്താവ് ഇടക്കിടക്ക് വരുന്ന ആളല്ല, വർഷങ്ങൾ എടുത്തിട്ടേ അയാൾ നാട്ടിൽ വരുള്ളൂ. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് വീട്ടിലുണ്ടാവുക. ആ വീട്ടിൽ വരുന്ന ദിവസങ്ങൾ വലിയ സന്തോഷത്തിലാണ്, വിരുന്നുകാലമാണ്, നല്ല സ്നേഹമാണ്, സന്തോഷമാണ്. എന്നാൽ ഗൾഫിലേക്ക് മടങ്ങിപ്പോയാൽ അവഗണനയും ദേഷ്യവും മാത്രമാണ്. അത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഞാൻ അനുഭവിക്കുന്ന സങ്കടങ്ങൾക്കോ ഞാൻ ചെയ്യുന്ന ത്യാഗങ്ങൾക്കോ ഒരു നല്ല വാക്ക് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ ജീവിക്കുന്നതിൽ ഒരർത്ഥമില്ലാത്തതുപോലെ. എൻ്റെ നാട്ടിൽ വർഷത്തിൽ ലീവിന് വരാത്ത ഒരു പ്രവാസി പോലുമില്ല. കൂടെ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അങ്ങനെ പറയുമ്പോൾ തിരിച്ച് ദേഷ്യമല്ലാതെ ഇൻഷാ അല്ലാ എന്ന് പോലും പറഞ്ഞു കേട്ടിട്ടില്ല. 3 വർഷം സഹിച്ച് 3 മാസത്തെ സ്നേഹം ഇപ്പോൾ മടുപ്പായി തോന്നുന്നു. സങ്കടം കൂടുമ്പോൾ മക്കളെ ശ്രദ്ധിക്കാനോ അവരെ പഠിപ്പിക്കാനോ പറ്റാത്ത അവസ്ഥ. രാത്രിയിൽ ഉറക്കം കിട്ടില്ല. എന്നെ ആരെങ്കിലും ഒന്ന് സ്നേഹിക്കാനോ പരിഗണിക്കാനോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു. ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കൊണ്ട് മക്കൾ സ്കൂളിൽ പോയാൽ ഞാൻ ഒറ്റക്കാണ്. സ്കൂൾ കഴിഞ്ഞ് മദ്രസ, പുറത്ത് ആവശ്യം കാര്യങ്ങൾക്കല്ലാതെ ഇറങ്ങാറില്ല. എല്ലാത്തിനോടും ഒരു മടുപ്പ്. ഒരു സമാധാന വാക്കിനായി ആഗ്രഹിക്കുന്നു, മറുപടി പ്രതീക്ഷിക്കുന്നു.